സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല, വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താ. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ആഹ്ലാദം. രാജൻ, തനിക്കൊരു കത്തുണ്ട്. കത്താ? വല്ല സമൻസും സാറേ? ഇതേതോ സാധാരണ കത്താ. നല്ല ഹാൻഡ് റൈറ്റിംഗാ. എൻ്റെ രാജന്. ഞാൻ ആരാണെന്ന് രാജനറിയില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങളെ. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, കൊലക്കേസിൽ ജാമ്യം കാത്തു കഴിയണ ഒരു വിചാരണ തടവുകാരൻ. പക്ഷെ ഇത് രണ്ടും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ. ആരുടെ രാജ? ആരുടെ കത്താ? അമ്മയുടെ. അല്ല, അമ്മയുടെ മോനാ സാറേ. എന്താ വിശേഷം? അവന്റെ അടിയന്തരത്തിന് ക്ഷണിച്ചതാ. സ്വന്തം അടിയന്തരത്തിന്റെ അമ്മാവൻ തന്നെ നേരിട്ട് ക്ഷണിച്ചെന്നോ? അല്ല, അടിയന്തരം അമ്മാവന്റെയാ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? അല്ല, അടിയന്തരമായിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോരാ സാറേ? വർഷങ്ങളായ ഒരു നിഴല് പോലെ ഞാൻ രാജന് പുറകെ ഉണ്ടായിരുന്നു. രാജനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ട രാജ്, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരാളാൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന അറിവ് നമ്മെ ശക്തരാക്കും. ഒരാളെ അഗാധമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാം വല്ലാതെ ധീരരാവുകയും ചെയ്യും. രാജ് കൂടുതൽ ശക്തനാകണം, ധീരനാകണം, ജാമ്യം നേടി പുറത്തു വരണം. പണ്ട് ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാൻ രാജനോട് പറയട്ടെ. പ്രേമം ഒരുവളെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽത്തിരിയോളം ആയിക്കൊള്ളട്ടെ.